എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഒന്ന് റെഡി ആവുകയാണ്. ഒന്ന് പുറത്തെല്ലാം പോവാനുണ്ട്. യാമിക്കുട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടേ. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലേ. ഒന്ന് പുറത്ത് പോകാൻ വിചാരിക്കുമ്പോഴേക്കും തുമ്മല്. പിന്നെ ഏതായാലും പോകാൻ ഇറങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പൊ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് പറയാം. പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും റെഡി ആവട്ടെ. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. നമ്മൾ ഇന്നലെ യാമിക്കുട്ടീന്റെ മുടി മുറിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ മുറിച്ചതാന്നേ. ഏട്ടനാണ് മുറിച്ചത്. അതുകൊണ്ട് ഇതാ മുഖം മാറി യാമീന്റെ അല്ലേ കണ്ണാ ചുട്ടി. ഞാൻ തുമ്മി എന്റെ കണ്ണാൽ ഇതെങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ടേ. അപ്പൊ വളപട്ടണം പുഴേന്റെ മേലേ കൂടെ നമ്മള് പോവാന്ന്. എവിടെ പോന്നു ചുട്ടി? എന്താ വാങ്ങിക്കാനാ പോന്നേ? ബുക്കാ? സ്കൂൾ തുറക്കാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇടണേന്നെല്ലാം കുറെ കമന്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിനെ. നിച്ചുട്ടിനെ ഉണ്ടല്ലോ കാര്യമായിട്ട് ബാഗും ഇതൊന്നും വാങ്ങിക്കാനില്ല. നമ്മൾ LKG വാങ്ങിച്ചത് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഓട്ടോയിൽ പോയി ഓട്ടോയിൽ വന്നതല്ലേ. അതുകൊണ്ട് ബാഗ് കൊട അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു ഷോപ്പിംഗ് ആവശ്യമില്ല. പിന്നെ കുറച്ച് ബുക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിക്കണം. കുറച്ച് കഴിയുമ്പോഴേക്കും യാമിക്കുട്ടി നല്ല ഉറക്കമായേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് പ്രധാനപ്പെട്ടത്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ്. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം. അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിച്ചുട്ടിയോട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അച്ഛനോടും അമ്മയോടും പറയുമല്ലോ, സർപ്രൈസ് പൊളിയുമല്ലോ എന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് നിച്ചുട്ടി ആ കാര്യം മുൻകൂട്ടി പറയാഞ്ഞത്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരെ നമ്മൾ ഷോപ്പിലേക്കാണ് കേട്ടോ, ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അച്ഛന് ഷർട്ട് പീസ് നോക്കുവാണ്. ഏകദേശം എല്ലാം അച്ഛൻ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് എടുക്കൽ. അതുകൊണ്ടുള്ളതൊക്കെ അച്ഛനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അങ്ങനെ നോക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എടുത്തു. ഒരു പച്ച പോലത്തെ ഒരു കളറും പിന്നെ ഈ കാണുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ എടുത്തത്. പാൻസിൻ്റെ മെറ്റീരിയൽ നോക്കിയപ്പോൾ എല്ലാ കളേഴ്സും ഓൾമോസ്റ്റ് അച്ഛനുള്ളത് തന്നെയാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് 2 ഷർട്ട് പീസാണ് എടുത്തത്. ഇനി അമ്മക്ക് നോക്കാൻ വേണ്ടിയിട്ട് സാരി വേണ്ടാന്ന് അപ്പോഴേ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പം അമ്മ സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് സാരി അധികം ആവശ്യമില്ലല്ലോ. അപ്പോഴേ ഉള്ള സാരി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റീസെൻ്റ്ലി കുറച്ച് സാരീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് നൈറ്റി വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നൈറ്റി ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഡെയിലി ഇടുകയും ചെയ്യാം, 1-2 മാറ്റി വെക്കുകയും ചെയ്യാം. നൈറ്റി ആണ് ഇപ്പോൾ ആവശ്യം. അവിടെ 2 നൈറ്റി നോക്കിയിട്ട് എടുത്തു. ഒന്ന് ആ കാണിച്ചതും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളത്. ആ കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് വരുവാന്നേ. മഴയുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ നല്ല വെയിലാണ്. പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ടാണ് പോയത്. പക്ഷെ നല്ല വെയിൽ. യാമിക്കുട്ടിക്ക് ചെറുതായിട്ട് ഉറക്കെല്ലാം വരുന്നുണ്ടേ. ഉറക്കം ഡിസ്റ്റർബ് ആയില്ലേ വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ കണക്ക് തന്നെ, വീട്ടിലെത്തുന്നവരെ ഉറക്കം കണക്കാണ്. എനിക്കിപ്പോൾ ഡബ് ചെയ്യുമ്പോൾ കൂട്ടായിട്ട് യാമിക്കുട്ടി കൂടി ഉണ്ട് അടുത്ത്. അതാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത് കേട്ടാ. എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് യാമിക്കുട്ടിക്ക് കരുതാറുണ്ട്. അപ്പോൾ ഫീഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒഴിവാക്കാമല്ലോ. 1 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഫീഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ വണ്ടിയിൽ തന്നെ ഫീഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് പഴമോ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി നിച്ചുട്ടിക്കുള്ള ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണുമ്പം അത് വേണം ഇത് വേണം എന്നുള്ള നിച്ചുട്ടി പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഷൂസ് വാങ്ങിക്കണമായിരുന്നു നിച്ചുവിന് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് കുറച്ച് ടൈറ്റായി. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് എടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിൽ കയറിയേ. നട്ടുച്ചയായി സമയം നല്ലോണം ടയേർഡായിട്ടാ. ചൂടും എല്ലാം കൊണ്ട് മെയിനായിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റും പിന്നെ നിച്ചുട്ടിൻ്റെ സ്കൂൾ ഷോപ്പിങ്ങും അതാണ് ഉണ്ടായത്. അതെല്ലാം വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഇന്നാണ് അച്ഛൻ്റെയും അമ്മമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി. അപ്പം നിച്ചുട്ടി രാവിലെ തന്നെ നിച്ചുട്ടിൻ്റെ വകയായിട്ടുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടല്ലോ നിച്ചുട്ടിക്ക് ആരുടെ ബർത്ത്ഡേ വന്നാലും ആനിവേഴ്സറി ഒക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ നിച്ചുട്ടിൻ്റെ വക എഴുതിയിട്ട് ഒരു മിഠായിയൊക്കെ അടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പ്രോത്സാഹിപ്പിക്കാറും ഉണ്ട് കേട്ടോ. ഓളെ വക ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി അച്ചച്ച അമ്മമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ എഴുതിയതാണേ. നമ്മൾ ഗിഫ്റ്റ് കുറേ ദിവസം മുന്നേ വാങ്ങി വെച്ചെങ്കിലും മെയ് 26-നാണ് കേട്ടോ അച്ഛൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറി, അതായത് ഇന്ന്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നിച്ചുട്ടിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊന്നും പറയണ്ട, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിച്ചുട്ടിയുടെ ഗിഫ്റ്റ് കൊടുക്കാനാണ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു സ്നിക്കേഴ്സൊക്കെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനോടും അമ്മമ്മയോടും ഒരു ഗിഫ്റ്റ് ഉണ്ട് എൻ്റെ വക, വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഇനി അവർ വന്നിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതെന്നാ നീ പറഞ്ഞ മാതിരി തന്നെ ആക്കിയല്ലോ അല്ലേ? അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കി ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്ക് 2 നൈറ്റിയും ഇഷ്ടമായി, അച്ഛനും ഷർട്ടും ഇഷ്ടമായി. ഒരു ബെഡ്ഷീറ്റും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക്, അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഗിഫ്റ്റിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഉച്ചക്കേക്കുള്ള പരിപാടിയിലാണ് ക്യാബേജ് വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജൊക്കെ നമ്മുടെ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ മുറിച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ആനിവേഴ്സറി ആയിട്ട് എന്നാ സ്പെഷ്യല്? കല്യാണ സാരിയെല്ലാം കൊടുക്കണ്ടേ? കല്യാണ സാരി നോക്കണ്ട, എങ്ങനെ മതി. പിന്നെ സ്പെഷ്യൽ എന്താ നമ്മളെ പച്ചക്കറി അല്ലേ? അവിയല്, പച്ചടി, സാമ്പാർ, ക്യാബേജ് വറവ്, ഒരു സെമി സദ്യ. പായസം ഇന്നാക്കുന്നത് നാളെ മക്കൾ വരുന്നുണ്ടല്ലോ. ഇന്ന് ഏട്ടനും തക്കടും ഇന്ന് വരാൻ പറ്റില്ല, നാളെ അവരെത്തൂലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പായസം ഇതൊന്നും ഇന്ന് ആക്കുന്നില്ല, നാളെ ആക്കാന്ന് വിചാരിച്ചു. ഇന്നൊരു ചെറിയ മിനി സദ്യ അല്ലേ? കുറച്ച് ഡിഷസ് എല്ലാം വെച്ചിട്ട്. സാധാരണ നമ്മൾ പുറത്ത് പോകുന്നല്ലേ മോളെ? സാധാരണ നമ്മൾ ഔട്ടിംഗ് ആണേ ഉണ്ടാവല് ഈ ദിവസം. അപ്പൊ ഇന്ന് പിന്നെ ഏതായാലും ഇന്ന് വീട്ടിൽ നിന്ന് നമുക്ക് ചെറിയ സദ്യയിലാക്കി നാളെ അവരും കൂടെ വന്നിട്ട് ഔട്ടിംഗ് വൈകുന്നേരം ഒരു ഗ്രാൻഡ് ഔട്ടിംഗ് ആക്കാന്ന് വിചാരിച്ചു. അതായാലും സന്തോഷം മോളെ, എല്ലാരും ഉണ്ടാവുമ്പോൾ നമ്മള് മാത്രം. ഏതായാലും നാളെ വരുന്നുണ്ടല്ലോ, ഒരു ദിവസത്തെ വ്യത്യാസമല്ലേ, അതുകൊണ്ട് സാരല്ല. അതിനാ ഇന്ന് മിനി സദ്യ. നമുക്ക് എന്തെങ്കിലും വെഡിങ് ഡേ മെമ്മറി എന്തെങ്കിലും ഓർമ്മ പറയാനുണ്ടോ? വെഡിങ് ഡേ മെമ്മറി എന്ന് പറയുമ്പോ നമ്മളെ പിന്നെ നല്ല ഹാപ്പിനെസ് ആയിരുന്നല്ല. ചേട്ടന്റെ വീട് അടുത്താന്നല്ലോ, അടുത്തടുത്തല്ലേ. അപ്പൊ കല്യാണം ചേട്ടനൊരു മിന്നൽ പോലെ ഒരു പോക്ക് പോയിനായിരുന്നു. ഞാൻ ഓടി വന്ന് അവിടെ നോക്കി, രാവിലെ കല്യാണത്തിന്റെ രാവിലെ. പക്ഷെ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്കുണ്ടായിരുന്നെ, അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ സങ്കടം എന്ന് വെച്ചാൽ മോളെ, നമുക്ക് കുറച്ച് നല്ല മുടി ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഒരു 1.5 ആഴ്ച മുമ്പേ ഒരു പനി പിടിച്ചിരുന്നു. പനി പിടിച്ച് കഫക്കെട്ട് വന്നു. അമ്മ മുടിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കിടന്നു. പിന്നെ 10 ദിവസം അമ്മ ഒരേ കിടന്നു. ഡോക്ടറിന്റെ പോയിട്ട് ഡോക്ടറിന്റെ മുടി പറഞ്ഞ എനിക്ക് 6 ദിവസം ശരിയാക്കി തരാമോ. അവസാനം എന്ത് മുടീന്റെ കാര്യം പറയാണ് ഞാൻ പറയുമ്പം അയാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ പോവുക, കത്തിരി എടുക്കുക, മുറിച്ച് കളയുകയാണ്. അയ്യോ, ഇത്രയും മുടിയാണ്. ഭയങ്കര സങ്കടമായി. 1.5 ആഴ്ച കഴിഞ്ഞാൽ കല്യാണല്ലേ. എന്നുവെച്ചാൽ ഞാൻ വീട്ടിൽ വന്നപാട് എണ്ണയിലൊഴിച്ച് ഓരോ മുടിയായിട്ട് ഊർത്തെടുത്തിട്ട് നമുക്ക് കിട്ടിയ കുറച്ചൊരു മുടിയെ കല്യാണത്തിന് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പൊ ഭയങ്കര സങ്കടം ഓർക്കുമ്പോ. ഇടുപ്പ് വരെ മുടി ഉണ്ടായതാണ്. അതെനിക്ക് ഭയങ്കര സങ്കടം. ഇന്ന് മാറിയിട്ടില്ല ഈ സങ്കടം. ശരിക്കും ഇനി ആ കഥ അമ്മമ്മ പറയുന്നേ. നമ്മളെ അമ്മമ്മേരെ പനി പിടിച്ച അമ്മമ്മ കിടന്ന് ഒരേ കിടത്തം അനങ്ങാൻ. അതാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ആവി പിടിച്ചെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അമ്മ ഇന്നും ആവി പിടിക്കൂല കേട്ടാ. നമ്മളെല്ലാം ജലദോഷം പിടിച്ചാലും എനിക്കെല്ലാം ഭയങ്കര ആവി പിടിക്കല്. ജലദോഷം പിടിച്ചാലും എന്ത് പിടിച്ചാലും അപ്പൊ പോയിട്ട് ആവി പിടിക്കും. അമ്മ ലൈഫിൽ അതിന് ശേഷം എത്ര വർഷമായി? 34 വർഷം. ഇപ്പൊ കല്യാണം 34ാമത്തെ ആനിവേഴ്സറി. അങ്ങനെ വേഗം ചോറിന്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ നോക്കിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാവരും വന്നിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിന്. അത് അവർ വന്നിട്ട് ആക്കാം. ഇത് കുറച്ച് ലൂസ് സേമിയ ഇരിപ്പുണ്ടായിന്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പായസം. അപ്പോൾ ഏതായാലും ഇന്ന് ബാക്കിയുള്ളതിൻ്റെ കൂടെ ഒരു മധുരം കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പായസം ഉണ്ടാക്കി. നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൂസ് സേമിയ ആക്കുന്നേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറി വ്ളോഗ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ഉണ്ടാവണം അല്ലേ. അതുകൊണ്ട് ഇതാ അവർ വന്ന ശേഷമുള്ള ക്ലിപ്പും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിന് പുറത്തേക്ക്. തലേ ദിവസമൊക്കെ കണ്ണൂർ ഔട്ടിങ്ങിന് പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ഭയങ്കര ഇടിയും മഴയും അല്ലേ അനുവേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ മൊറാഴേക്ക് പോവുകയാണ്. അവിടെയാണ് അച്ഛൻ്റെ നാട്. അപ്പോൾ അവിടെ വലിയച്ഛന്മാരെ വീട്ടിലൊക്കെ ഒന്ന് കയറണം, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല രസമാണ്. അവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ്, വയലൊക്കെ ആയിട്ട്. നമ്മൾ കുറേ നേരം അവിടെ നിന്നു. തക്കോട് എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എറണാകുളത്ത് മഴയുണ്ടോ? നല്ല മഴ. നീ പച്ചേന്റെ അടുത്ത് നിൽക്കുമ്പോ മൊത്തം പച്ചപ്പന്നെ. ഇപ്പറം നിക്കണം. അതാ പച്ചേന്റെ കളറല്ലേ? പച്ചേന്റെ അടുത്ത് നിൽക്കുന്ന പോലെയുണ്ട്. എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം പച്ച കളർ. എനിക്ക് പണ്ട് ഇഷ്ടേ അല്ല പച്ച. പിന്നെ ഒരു കാലത്ത് പച്ച തന്നെയാണ്, ഫുള്ള് പച്ചയായി. മതി വാ, വെയിലാന്ന് പറ. വെയിലായോണ്ടാന്ന് വാ. പരുന്ത് നോക്കിയാട്ടെ വലിയച്ഛനും മക്കളും.
അങ്ങ് എത്തിയതാ. അങ്ങ് വയലിന്റെ നടുക്കേ കൂടെ ഒരു വഴിയുണ്ട്. വെളിച്ചനും മക്കളും കൂടെ നോക്കിയായിട്ട് അതിലേ പോയിട്ട് നടന്നിട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും എത്തിയപ്പോൾ നമ്മൾ ചെറിയ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ച് അച്ഛനും മക്കളുമായിട്ട് അമ്മ അപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് അവരോട് വർത്തമാനം പറയുന്നത്, അതാണ് അമ്മേനെ കാണാത്തത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തേ. നല്ല രസമുണ്ടായി ഇനി ആട് നിൽക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചനും മക്കളെയും ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അച്ഛനും മക്കളും ഉള്ള ഫോട്ടോസും കൂടി എടുത്തു. കാടാണ്. അതാണ് അമ്മേന്റെ വെഡിങ് ആനിവേഴ്സറി സാരി. അപ്പം അച്ഛന്റെ ഗിഫ്റ്റ് ഒന്നും കൂടി ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല. മഞ്ഞയും നീലയും 2 സാരി അച്ഛൻ അച്ഛൻ പറഞ്ഞാണ്ട് സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാണ്. ഓൺലൈനായിട്ട് ഒറ്റക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കൊടുത്തതാണ്. ഇതിൽ കാണുമ്പോൾ നല്ല കളർ നല്ലുണ്ട്. പക്ഷെ മഞ്ഞ ഉടുത്ത് മടുത്തില്ല നമ്മള്. അമ്മ കൊറേ മഞ്ഞയും പിങ്കും അമ്മ ഇഷ്ടം പോലെ ഉടുത്തു. മടുത്ത് ലൈഫില്. പക്ഷെ രസമുണ്ട് രണ്ടും. നിച്ചു പറയുന്ന പോലെ മഞ്ഞയും പിങ്കും രണ്ടും നല്ല രസമാണ്. അങ്ങനെ എല്ലാ വെളിച്ചന്മാരുടെ വീട്ടിലും അമ്മേൻ്റെ ഏച്ചിയുടെ വീട്ടിലും എല്ലാം കയറി നല്ല വെയിലാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും കൂടി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല രസമല്ലേ. എല്ലാവരും ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നിട്ട് പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ്. ഇങ്ങനെ നിച്ചുട്ടിയെല്ലാം വെളിച്ചനും വെള്ളിയും വരാൻ കാത്ത് നിൽക്കും. ഇങ്ങനെ കൗണ്ട് ഡൗൺ ആയിരിക്കും. 10-20 ദിവസം ഉണ്ടെങ്കിൽ തന്നെ കൗണ്ട് ഡൗൺ ആക്കിയിട്ട് നിൽക്കും. യാമിക്കുട്ടിക്ക് ഇപ്പം വന്നിട്ട് ഒന്ന് പരിചയമെല്ലാം ആകുമ്പോഴേക്ക് ഭയങ്കര അരങ്ങാന്ന്. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് മാറുകയേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.